ഉണ്ണി എന്നെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയെന്നുള്ളത് എനിക്കറിയാം. ശരിയാണ്, ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് വൃത്തികേടുകളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അമ്മൂനെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഗുജറാത്തിലെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഇവർ എനിക്കെതിരെ കൊടുത്ത കേസ് ഒന്ന് പിൻവലിക്കണം. എന്നെ ഇപ്പം സഹായിക്കാൻ എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുമല്ല, അമ്മുവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവിടെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിന്നെ ഞാൻ വിശ്വസിച്ചോടെ? ഉറപ്പായിട്ടും. ഞാൻ അമ്മൂനോട് സംസാരിക്കാം. എന്താവോന്ന് എനിക്കറിയില്ല. താങ്ക്സ്. ഞാൻ ഇന്ന് രാവിലെ വികാസിനെ കണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ച്. അവൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവന്റെ പഴയ ഡ്രഗ്സ് ഉപയോഗമൊക്കെ അവൻ നിർത്തി. ഇപ്പൊ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവന് റിഗ്രറ്റ് ഉണ്ട്. എന്നോട് പറഞ്ഞത് നിങ്ങളാ കൊടുത്ത കേസില്ലേ അതൊന്ന് പിൻവലിക്കാൻ പറഞ്ഞു. അവന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അമ്മുമായിട്ടുള്ള ലൈഫ് അവന് മുന്നോട്ട് പോകണമെന്നാണ് താല്പര്യം. ഞാൻ എന്താ പറയണ്ടേ? ഉണ്ണേട്ടന് അവനെ പറ്റി അറിയാനിട്ടാ. അവൻ ഇതല്ല ഇതിനപ്പുറവും പറയും. ഞാനെന്തായാലും കേസ് പിൻവലിക്കില്ല. അങ്ങനെയാണ് കാര്യം ഞാൻ ചെയ്യട്ടെ. വികാസിനോട് സ്കൂളിലേക്ക് വരാൻ പറയാം. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കേ. അത് വേണോ? അത് വേണം. ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ പുറത്തുനിന്നൊരു ടീച്ചറിനെ ഇവിടെ എടുക്കുന്നില്ല എന്ന്. പിന്നെ ഉണ്ണിയും മായ ടീച്ചറും പറഞ്ഞതുകൊണ്ടാണ് അഭിരാമിയെ നമ്മളിവിടെ എടുത്തത്. ഇതിപ്പോ പുറത്തുനിന്നൊരാള് അതിക്രമിച്ചു കയറി നമ്മുടെ സ്കൂളിൽ ഒരു ടീച്ചറിനെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കൂളിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ അഭിരാമിക്ക് ഇവിടെ നിന്ന് കിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ദിസ് ഇസ് ഹർ ലാസ്റ്റ് വാണിംഗ്. ഇല്ല ടീച്ചറെ, ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. ഇത്തവണത്തേക്കൊന്ന് ടീച്ചർ ക്ഷമിക്കണം. ഓക്കെ ഉണ്ണി. ശരി.